സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മോഡ്യൂൾ 4-ലെ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് മാനേജ്മെൻ്റ് ആണ്. സോ നമുക്കറിയാം ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ ഒരുപാട് ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ബഡ്ജറ്റിനും കൺസ്ട്രെയിനും അനുസരിച്ച് മാനേജ് ചെയ്യുന്നതാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നും 4 ഗോൾസാണ് നമ്മൾക്കുള്ളത്, അല്ലെങ്കിൽ 4 കാര്യങ്ങളാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടു ഡെലിവർ ദ സോഫ്റ്റ്വെയർ ടു ദി കസ്റ്റമർ ഓൺ ദി അഗ്രീഡ് ടൈം. നമ്മൾ അഗ്രി ചെയ്ത സമയത്തിനനുസരിച്ച് നമ്മൾക്ക് സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. രണ്ടാമത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഈ ഡെലിവർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. നാലാമത്തേത് ഈ ഒരു പ്രൊജക്റ്റിനെ നമ്മൾക്ക് സാഫല്യമാക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് മസ്റ്റ് ഹാവ് എ വെൽ ഫങ്ഷനിങ് ഡെവലപ്മെൻറ്റ് ടീം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേനുമുള്ള ഇമ്പോർട്ടൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് പ്രൊഡക്റ്റ് ഇൻറ്റാഞ്ചിബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിനെ നമുക്ക് കാണാനോ അതിനെ നമുക്ക് ടച്ച് ചെയ്യാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും പറ്റത്തില്ല. സോ നമുക്കിതിൻ്റെ പ്രോഗ്രസ് വ്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്ന് വെച്ചാൽ നേരിട്ട് കണ്ണുകൊണ്ട് തന്നെ കാണാനായിട്ട് പറ്റത്തില്ല. അതിന് പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് വേണം നമുക്കിതിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാനായിട്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഓരോ സോഫ്റ്റ്വെയർ പ്രൊജക്ട്സ് എന്ന് പറയുന്നതും യുണീക്കാണ്. ബിക്കോസ് നമ്മൾക്ക് എന്താണ് പറയുന്നത്, വൺ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ആൻ അതർ വൺ. സോ അതിനനുസരിച്ചായിരിക്കും ഓരോ പ്രൊജക്ട്സ് യുണീക്കായിട്ട് നിൽക്കുന്നത്. അടുത്തത് സോഫ്റ്റ്വെയർ പ്രോസസ്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വേരിയബിൾ, അല്ലെങ്കിൽ അത് ഓർഗനൈസേഷൻ സ്പെസിഫിക് ആയിരിക്കും. ഓരോ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള തന്നെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സസ് കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന പ്രോസസ്സ് യൂസ് ചെയ്താൽ മാത്രമേ ഈ പ്രൊജക്റ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ള രീതി പറയാൻ പറ്റത്തില്ല. ഇതൊരു വാസ്റ്റ് ഓഷനാണ്. പല രീതിക്ക് നമുക്ക് സോഫ്റ്റ്വെയർ പ്രോസസ്സസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിൻറ്റ് ഇസ് ദി കമ്പനി സൈസ്. കമ്പനി സൈസ് എന്ന് പറയുമ്പോഴത്തേനും ചെറിയ കമ്പനികൾക്ക്, ചെറിയ കമ്പനി എന്ന് പറയുമ്പോൾ കുറച്ച് എംപ്ലോയീസേ കാണത്തുള്ളൂ. അവർക്ക് ഇൻഫോർമൽ മാനേജ്മെൻറ്റ് പറ്റും, കുഴപ്പമൊന്നുമില്ല. ടീം കമ്മ്യൂണിക്കേഷനും ഒരു ഫോർമൽ രീതിക്ക് പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഫോർമൽ പോളിസീസ് എല്ലാ സമയത്തും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ലാർജ് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരുപാട് എംപ്ലോയീസ് ഉള്ള ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് ഹൈറാർക്കീസ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്, റിപ്പോർട്ടിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റും അപ്രൂവൽ പ്രോസസ്സും ഒക്കെ ഫോളോ ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. രണ്ടാമത്തെ പോയിൻറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ കസ്റ്റമേഴ്സ്. ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് ഇൻഫോർമൽ ആയിരിക്കാം, കുഴപ്പമൊന്നുമില്ല. അതേസമയം ഒരു ഗവൺമെൻറ് ഏജൻസി പോലെ ഒരു കസ്റ്റമറാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ബ്യൂറോക്രാറ്റിക് ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പരസ്പരം സംസാരിക്കുക. ഇനി അടുത്തത് സോഫ്റ്റ്വെയർ സൈസാണ്. സോഫ്റ്റ്വെയർ സൈസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ ഇവിടുത്തെ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ടീമാണ്. അതായത് സ്മോൾ സിസ്റ്റം, കുറച്ച് ചെറിയ സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ചെറിയ ടീംസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം അത് നമുക്കൊരു റൂമിലിരുന്ന് മാനേജ്മെൻറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്ത് പോകാം. ലാർജ് സിസ്റ്റത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേനും ഡെവലപ്മെൻറ്റ് ടീംസ് പല ഏരിയാസിലോട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷന് നമ്മൾ വേറെ ചാനൽസൊക്കെ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം ചില സമയം നമുക്ക് ഓൺലൈനിൽ കാണുന്ന പോലെ ഇപ്പം സ്കൈപ്പോ ടീംസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കൺവെർസേഷൻ ചെയ്യുന്നത്. അടുത്തത് സോഫ്റ്റ്വെയർ ടൈപ്പ്. സോഫ്റ്റ്വെയർ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഫോമലായിട്ട് പോകണമെന്ന് നിർബന്ധമില്ല, പോകണമെന്ന് നിർബന്ധമില്ല. ഒരു മാനേജ്മെൻറ്റ് ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഡിസിഷൻ, ഫോമൽ റെക്കോർഡ്സ് എന്നൊക്കെ പറയുന്നത് മോസ്റ്റ് ഓഫ് ദി കേസസിൽ അത് അൺനെസസറിയാണ്. എന്നാൽ നമ്മളൊരു സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റം പോലെ ഒരു സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെഫർ ചെയ്യാൻ ഡോക്യുമെൻറ്റ് ഉണ്ടായിരിക്കണം.
നെക്സ്റ്റ് ഓർഗനൈസേഷൻ കൾച്ചറാണ്. ഇപ്പം ഓരോ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറുണ്ട്. ഇപ്പം ചില ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആയിരിക്കും. ചിലർ ഗ്രൂപ്പിനെ എൻറ്റയറായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആയിരിക്കും. സോ ഓർഗനൈസേഷൻ കൾച്ചറും ഇതിൽ എഫക്റ്റ് ആവുന്നുണ്ട്, ഈ മാനേജ്മെൻറ്റിൽ എഫക്റ്റ് ആവുന്നുണ്ട്. അടുത്തത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സസ്. അജൈൽ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു മെത്തേഡായിരിക്കും ഫോളോ ചെയ്യുന്നത്, അല്ലാതെ ട്രഡീഷണൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്, ട്രഡീഷണൽ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഡിഫറെൻറ്റ് ടൈപ്പ് മോണിറ്ററിങ്ങും മാനേജ്മെൻറ്റും ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി ഫണ്ടമെൻ്റൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ബേസിക്കലി നമുക്കുള്ളത് 5 ആക്ടിവിറ്റീസാണ്. ഫസ്റ്റ് വൺ ഇസ് പ്രൊജക്റ്റ് പ്ലാനിങ്. പ്രൊജക്റ്റ് പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ പ്രൊജക്റ്റ് മാനേജർ പ്രൊജക്റ്റ് മാനേജർ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ്, എസ്റ്റിമേഷൻ ആൻഡ് ഷെഡ്യൂളിങ് ദ പ്രൊജക്റ്റ്. നമ്മൾ പ്രൊജക്റ്റിനെ ആദ്യം മുതൽ അവസാനം വരെ പ്ലാൻ ചെയ്യുക, അതിൻ്റെ പ്രോഗ്രസ് മെഷർ ചെയ്യുക, അതിൻ്റെ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് വേണ്ടെന്നുള്ളത് മനസ്സിലാക്കുക, ഏത് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രൊജക്റ്റ് പ്ലാനിങ്ങിൽ വരുന്നത്. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ വരാനുള്ള ചാൻസസ് ഉണ്ടോ, റിസ്ക് വരാനുള്ള ചാൻസസ് ഉണ്ടോ എന്നൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ മോണിറ്റർ ചെയ്ത് അതിൻ്റെ ആക്ഷൻ എടുക്കുന്നതിനെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് പീപ്പിൾ മാനേജ്മെൻറ്റ്. പീപ്പിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ടീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരെ മാനേജ് ചെയ്യുക, അവരെ എഫക്റ്റീവായിട്ട് ടീമിൻ്റെ പെർഫോമൻസിൽ ടീമിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പീപ്പിൾസ് മാനേജ്മെൻറ്റിനകത്ത് വരുന്നത്. അടുത്തത് റിപ്പോർട്ടിംഗ്. നമ്മൾ എന്തൊരു ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനെ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതിൽ വരുന്ന ഫസ്റ്റ് തിങ് കമ്മ്യൂണിക്കേഷൻ വരും, ബേസിക്കലി ഇൻഫർമേഷൻസും സമ്മറീസും എങ്ങനെയാണെന്ന്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷനും റിപ്പോർട്ടിങ്ങിൻ്റെ കീഴിൽ വരുന്നതായിരിക്കും. പിന്നെ വരുന്നതാണ് പ്രൊപ്പോസൽ റൈറ്റിംഗ്. പ്രൊപ്പോസൽ റൈറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേനും ബേസിക്കലി നമ്മൾക്കിപ്പം ഒരു കോൺട്രാക്റ്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു വർക്ക് അത് വേറൊരു കമ്പനി നമ്മളുടേത് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊപ്പോസലായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൊപ്പോസലിനകത്ത് വരുന്നത് ഒബ്ജക്റ്റീവ്സ് വരും, അതെങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ വരും. അപ്പോൾ ഇതിനകത്ത് കോസ്റ്റും റിസോഴ്സസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ടീമിനായിരിക്കും കൊടുക്കുന്നത്, ഏത് ഓർഗനൈസേഷനായിരിക്കും കൊടുക്കുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രൊപ്പോസൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രൊപ്പോസൽ വായിച്ച് സംഭവം അവർക്കത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ, ആ ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ 4th മോഡ്യൂളിൻ്റെ ഇനീഷ്യൽ പാർട്ടിൽ നമ്മൾ പറയുന്നത്.